ഈ ഇതിന്റെ ട്രെയിലർ കാണുമ്പോൾ ഇന്ന് ഭയങ്കര കഥ മുന്നോട്ട് നയിക്കുന്ന മെയിൻ കഥാപാത്രങ്ങൾ ഒരാളാണ് താങ്കൾ. ശരിക്കും എന്താ പറയാ, ഒരു നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ കിട്ടുന്ന പോലെ അങ്ങനത്തെ ഒരു കഥാപാത്രമായിട്ട് ഫീൽ ചെയ്തു. ഇങ്ങനെ ഒരു അധികം സിനിമകളിൽ ചെയ്ത കഥാപാത്രങ്ങൾ ആ ഡെപ്തിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമല്ല. ഈ കഥാപാത്രം ആവാനായിട്ട് എവിടെന്നെങ്കിലും ഇൻസ്പയർ ചെയ്യുക, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും റിയൽ ആളുകളെ ഇൻസ്പയർ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇന്നൊരാളെന്നില്ല. നമ്മള് കേരളത്തിൽ കണ്ട് വന്നിരുന്ന സമര നായികമാരും അങ്ങനെ ഒത്തിരി പേരെ, ഇന്നൊരാളും മാത്രമായിട്ട് ഞാൻ റെഫറൻസ് എടുത്തില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ചധികം പേര് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. കാരണം ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. സമരത്തിനെ നയിക്കുന്ന, ആ ട്രൈബിൻ്റെ മുന്നിൽ നിന്ന് അവരെല്ലാവരെയും ഒരുമിച്ച് നിർത്തി നയിക്കുന്ന ഒരു സ്ട്രോങ് ലേഡിയുടെ ക്യാരക്ടറാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള റെഫറൻസുകൾ നമ്മൾ എടുത്തിരുന്നു. ഇപ്പോൾ ന്യൂസിൽ നിന്നാണെങ്കിലും ഇപ്പോൾ യൂട്യൂബ് ചാനൽസുകളിൽ നിന്നാണെങ്കിലും. പിന്നെ കൂടുതലും ഭാഷയിലാണ് ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം രാവുള ഭാഷയാണ് പ്ലാൻ ചെയ്തത്. അതിനുശേഷം നമ്മുടെ കൂടെ അഭിനയിച്ചവർ എല്ലാവരും പണിയ ഭാഷ സംസാരിക്കാം. അപ്പം നമ്മൾ പണിയ ഭാഷ, ആ സ്ലാങ് ഭാഷ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം മലയാളം തന്നെയാണ് അവർ പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരിൽ തന്നെ നമുക്ക് പ്രസാദ് എന്ന് പറയുന്ന ചേട്ടൻ നമ്മുടെ കൂടെ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡബിങ് ടൈമിലാണെങ്കിലും നമുക്ക് ഒരു ആ സ്ലാങ് കറക്റ്റ് ചെയ്യാനൊക്കെ പുള്ളി കൂടെ നിന്ന് എഫേർട്ട്, അവരും എൻ്റെ ഒപ്പം തന്നെ പണിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പേരുടെ എഫേർട്ട് ഞാൻ ഒറ്റയ്ക്ക് എടുത്ത് പൊക്കിയതല്ല, കാരണം എനിക്ക് അത്രയും സപ്പോർട്ട്. ഇപ്പം അനുരാജും അഭിനയം മാത്രമല്ല, അതുപോലെ തന്നെ നമ്മുടെ AD ടീം ആണെങ്കിൽ പോലും ചില സമയത്ത് നമുക്ക് ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ ചിലപ്പോൾ ദൂരെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പം നമ്മുടെ കൂടെയുള്ള ഈ മൂവിയുടെ AD ടീംസ് ആണെങ്കിലും ഓടിയിരുന്ന് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞു തരാനും പിടിക്കാനും ഒക്കെ അവരും ഒത്തിരി എഫേർട്ടുണ്ട്. ടോവിനോ, കുറച്ചും പേർ പറഞ്ഞു ചോദിക്കുക, അതായത് ചൂണ്ടെന്ന് പറഞ്ഞാൽ ചൂണ്ടുവരൽ ഒടിക്കുന്ന പല ഇൻസിഡൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പം രഞ്ജിത്ത് പ്രസാദിന്റെ സിനിമകളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതേപോലത്തെ സിനിമകൾ ഇപ്പം മലയാളത്തിൽ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെറ്റ് കണ്ട തെറ്റെന്ന് പറയാൻ പോലും ഇപ്പം മടിയാണ്. പറഞ്ഞാൽ അത് തെറ്റല്ല എന്ന രീതിയിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും സിനിമകൾ ഇപ്പോൾ അങ്ങനത്തെ ഒരു മുന്നോട്ട് വെക്കാനായിട്ട് തന്നെ മടിയാണോ, അതോ അങ്ങനത്തെ നിയമം സംരക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കുന്ന ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്നോണ്ടിരിക്കുകയാണോ? ആസ് എ ആർട്ടിസ്റ്റ് എന്താ അത് തോന്നുക? അല്ല, എന്നും അങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നോ? അപ്പൊ പിന്നെ നമുക്ക് ചെയ്യാനുള്ള സിനിമകൾ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സിനിമകൾ ചെയ്യുക എന്നുള്ളതല്ലാതെ ഇങ്ങനെ വരും വരായികളെ കുറിച്ച് നമ്മൾ അമിതമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാലും നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതായി പോകും. അപ്പൊ ഞാനിങ്ങനെ അങ്ങനെ അധികം ഓവർ തിങ്ക് ചെയ്യാറില്ല. സിനിമയിൽ വരുമ്പോൾ ഞാൻ സിനിമയിൽ വന്നിട്ട് രക്ഷപ്പെട്ടില്ലെങ്കിലോ എന്ന് ഞാൻ എല്ലാ ദിവസവും ആലോചിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ല. സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇപ്പോഴും. പിന്നെ കലയ്ക്ക് അത്രയും ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ സ്വാതന്ത്ര്യത്തിനേക്കാൾ ഉപരി അതൊരു കടമയല്ലേ. ഏറ്റവും കൂടുതൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കലാരൂപമാണ് സിനിമ. ആ എല്ലാ സിനിമയും സാരോപദേശ കഥയായിരിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അതിന് വേണമെന്നോ ഒന്നും നിർബന്ധമില്ല. പക്ഷെ നമ്മളൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മാന്യമായിട്ടുള്ള ന്യായമായിട്ടുള്ളൊരു മെസ്സേജ് ആയിരിക്കണം. ചുരുങ്ങിയ പക്ഷം നമുക്കെങ്കിലും അത് ശരിയെന്ന് തോന്നണം എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അങ്ങനെ ഇതങ്ങനെ പറഞ്ഞല്ലോ, ഇതങ്ങനെ ഒരു സാരോപദേശം അങ്ങനത്തെ സിനിമയും അല്ല. ഈ സിനിമയിൽ നമ്മൾ പറയുന്നതിൽ ഈ കഥാപാത്രത്തിന്റെ മാനസിക സംഘർഷങ്ങളും ഇയാൾ കാണുന്ന കാഴ്ചകളും അത് ഇയാളിൽ വരുന്ന മാറ്റങ്ങളും ഒക്കെ വെച്ച് നല്ലൊരു സിനിമയ്ക്കുള്ള സ്കോപ്പ് അതിനകത്ത് ഓൾറെഡി ഉണ്ട്. അപ്പൊ ആ സിനിമ കാണാനാണ് ഞങ്ങൾ നിങ്ങള് തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്നത്. ബാക്കിയെല്ലാം നിങ്ങളുടെ അസംപ്ഷൻസ് ആണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്നുള്ളത്, ഒരു സിനിമ കണ്ടിട്ട് രണ്ടർത്ഥത്തിൽ ആ സിനിമ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവാം. അല്ലെങ്കിൽ കാണുന്നവരുടെ മാനസികാവസ്ഥ അനുസരിച്ച് അവർക്ക് പലതരത്തിൽ സിനിമേനെ ഉൾക്കൊള്ളാനുള്ള കഴിവനുസരിച്ചിരിക്കും അത്. അപ്പോൾ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ നമ്മൾ എന്തായാലും ഇതുകൊണ്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആൾക്കെതിരെ പോയിന്റ് ഏതെങ്കിലും വിരൽ ചൂണ്ടുകയാണെങ്കിൽ ആ വിരൽ എൻ്റെ അടക്കമുള്ള ആളുകളുടെ നേരെ ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് ഒരു ആശയം നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും പല രീതിയിൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മളിപ്പോഴും പക്ഷെ നമ്മളുടെ മുകളിലേക്ക് മാത്രമേ നോക്കുള്ളൂ. നമ്മളെക്കാൾ പ്രിവിലേജ് ഉള്ളവരെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ. നമ്മളെക്കാൾ പ്രിവിലേജ് കുറഞ്ഞവരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു സിനിമ ചെയ്ത് ഇങ്ങനെ ഒരു ആശയം പറയാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ പറയുന്ന സിനിമയിൽ അങ്ങനെ ഒരു ആശയം കൂടെ കൺവേ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഭാഗം കൂടെ ആൾക്കാർ കാണും എന്നുള്ളത് അത് ഭയങ്കര നല്ലൊരു കാര്യമല്ലേ. അതിന് വിമർശിക്കപ്പെടേണ്ടയോ അല്ലെങ്കിൽ അതിനങ്ങനെ ആക്രമിക്കപ്പെടേണ്ടയോ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ശരിക്കും താങ്കളുടെ അഭിപ്രായത്തിൽ ഇതൊരു ജനാധിപത്യ നാടെന്നാണോ, ജനങ്ങളുടെ മേലുള്ള ആധിപത്യമുള്ള നാടെന്നാണോ തോന്നുന്നത്?
എന്നൊരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് വന്നിട്ട് മോന് പറയാനുള്ളത് എന്റെ വായിലേക്ക് കുത്തിയിട്ട് ഇങ്ങനെ അല്ലല്ല ഞാൻ ചോദിക്കുന്നത് അതല്ല, എന്റെ ഉത്തരം നേരത്തെ ഗസ് ചെയ്ത് പറയേണ്ട കാര്യമില്ല, ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ ചോദിച്ചതാണ്. അതായത് അല്ല, എന്റെ ഉത്തരം ഇതാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അധികാരത്തിന്റെ പുറത്ത് എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് ചുറ്റും അറിയാം. കാരണം പല ഇൻസിഡൻസ് നടക്കുമ്പോൾ ആദ്യം ഒന്ന് വെളി വരുമെങ്കിൽ പിന്നെ അതിന്റെ പുറത്ത് പല കാര്യങ്ങളും വന്നിട്ട് അത് മറയപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ എന്താണ് നടന്നതെന്നോ പിന്നെ എന്താണ് അവരുടെ ജീവിതം എന്നോ പലപ്പോഴും അറിയാറില്ല. അപ്പം ജനാധിപത്യം എന്ന് പറയുമെങ്കിലും പക്ഷെ ജനങ്ങളുടെ മേലുള്ള ആധിപത്യം വേണ്ട പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ പറയാം. ഇതല്ലേ ടൊവിനോട് അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് ചോദിക്കരുത്. മനസ്സിലായോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിളിച്ച് പറയാം. എന്റെ അഭിപ്രായങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ലേ? അപ്പൊ ഇതല്ലേ ടൊവിനോട് അഭിപ്രായം എന്ന് പറഞ്ഞാൽ ടൊവിനോയ്ക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഭയങ്കര മോശമാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.